മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ 4ാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ 4 ഞാൻ വായിക്കാം. ട്രയാങ്കുലർ പ്രിസം. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ട്രയാങ്കുലർ പ്രിസം, ബേസ് 30 mm, ലെങ്ത് 50 mm. അതിൻ്റെ ബോട്ടം ബേസിൽ നിന്ന് ടോപ്പ് ബേസ് വരെയുള്ള ഹൈറ്റാണ് ഉദ്ദേശിക്കുന്നത്. 50 mm. ഹാസ് എ ബേസ് അറ്റ് ജോൺ HP. അപ്പോൾ അത് ഗ്രൗണ്ടിലിരിക്കുകയാണ്. ആക്സിസ് ഇൻക്ലൈൻഡ് അറ്റ് 35 ഡിഗ്രി ടു HP. അപ്പോൾ ആക്സിസ് പ്രിസം ആയതുകൊണ്ട് താഴെയും ട്രയാങ്കിളാണ്, മുകളിലും ട്രയാങ്കിളാണ്. അങ്ങനെ മുകളിലും താഴെയും ട്രയാങ്കിളായിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ രണ്ട് ട്രയാങ്കിളിനും ഒരു ജോമെട്രിക്കൽ സെൻറ്റർ ഉണ്ട്. താഴത്തെ ബോട്ടം ബേസിൻ്റെ സെൻറ്ററും ടോപ്പ് ബേസിൻ്റെ സെൻറ്ററും. ആ സെൻറ്റർ ടു സെൻറ്റർ ആക്സിസ് നമ്മൾ വെറുതെ ഒബ്ജക്റ്റ് ഗ്രൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കലാണ്. അത് 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കണം വിത്ത് ഗ്രൗണ്ട്, വിത്ത് HP. അത് തീറ്റ ആംഗിളാണ്. പിന്നെ പറയുന്നു, ഒരു ബേസ് എഡ്ജിലാണല്ലോ ഇത് റെസ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആംഗിൾ ഫോം ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ബേസിലുള്ള ട്രയാങ്കിൾ കംപ്ലീറ്റ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് നിന്ന ഒരവസ്ഥയിൽ നിന്ന് അത് മാറുന്നു. വൺ ഓഫ് ദി ബേസ് എഡ്ജിൽ അത് റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇൻക്ലൈൻഡ് പൊസിഷനാണ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ ബോട്ടം ബേസ് ഗ്രൗണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നു. അത് ടോപ്പ് ഫേസിൻ്റെ സെൻറ്റർ, ബോട്ടം ബേസിൻ്റെ സെൻറ്റർ, ഈ സെൻറ്റർ ടു സെൻറ്റർ ഇതിൻ്റെ ഇൻസൈഡിൽ കൂടി ഒരു ആക്സിസ് ലൈൻ വരും. ആക്സിസ് ലൈൻ നോർമലി ഇരിക്കുമ്പോൾ വെർട്ടിക്കലാണ്, 90 ഡിഗ്രി ടു HP ആണ്. ഗ്രൗണ്ടുമായിട്ട് 90 ഡിഗ്രി വെർട്ടിക്കൽ ആക്സിസ് ആണ്. ആ ആക്സിസിന് ഇൻക്ലൈനേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് നോക്കുക, അടിവശത്ത് ഈ ഒരു എഡ്ജിൽ മാത്രമായിട്ടാണ് ഇത് ടച്ച് ചെയ്യുക. ഈ ഒരു എഡ്ജിൽ മാത്രമായിട്ട് ടച്ച് ചെയ്യും, എന്നാലേ ആ ഇൻക്ലിനേഷൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ റെസ്റ്റിംഗ് ഓൺ എ ബേസ് എഡ്ജാണ്. ആ ബേസ് എഡ്ജ് ഷുഡ് ബി ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ടു VP. അപ്പോൾ നമ്മൾ ഈ സൈഡിലെ VP ആണ് ഇതിങ്ങനെ വെച്ചിരിക്കും. VPക്ക് പാരലായിട്ട് വെച്ചിട്ട് റൈറ്റ് സൈഡിലോട്ട് ടിൽറ്റ് ചെയ്താൽ നമ്മുടെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ബേസ് എഡ്ജ് ഇങ്ങനെയാണ്. അത് VPയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 90 ഡിഗ്രിയിലാണ്. VPയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 90 ഡിഗ്രി. അത് 45 ഡിഗ്രി ആക്കണം. എന്ന് പറഞ്ഞാൽ ഈ ചെരിച്ചതിന് ശേഷം ഈ ഒബ്ജക്റ്റിനെ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെരിച്ചതിന് നമ്മൾ ടിൽറ്റ് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അടിയിൽ ഇങ്ങനെ 90 ഡിഗ്രിയിൽ ടച്ച് ചെയ്ത് നിന്ന ഒരു ലൈൻ, ആ ലൈൻ ഇങ്ങോട്ട് വരുന്നെങ്കിൽ 45 ഡിഗ്രി, അല്ലെങ്കിൽ ഇങ്ങോട്ട് 45 ഡിഗ്രി ആയി മാറും ടോപ്പ് വ്യൂവിൽ. അതാണ് നമ്മുടെ ഫൈനൽ റിക്വയർമെൻറ്റ്. ഇപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക, വീഡിയോ പോസ് ചെയ്യുക, എഴുതുക. മൊഡ്യൂൾ 2 4th ക്വസ്റ്റ്യൻ. ഓക്കെ, XY ലൈൻ വരയ്ക്കാം. ഞാൻ XY ലൈൻ വരച്ചു. ഒബ്ജക്റ്റ് ഗ്രൗണ്ടിൽ വെർട്ടിക്കലി പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ടോപ്പ് വ്യൂവിൽ ആ ട്രയാങ്കിൾ ടോപ്പ് ബേസ് അല്ലെങ്കിൽ ആ ബോട്ടം ബേസ് അത് കാണാം. പക്ഷേ ഈ ട്രയാങ്കിൾ ഞാൻ വരച്ചിരിക്കുന്ന സൈസ്, അതിൻ്റെ ഓറിയൻറ്റേഷൻ ഈ സൈഡ് സ്ട്രെയിറ്റ് ആയിട്ടാണ്, XYക്ക് പെർപെൻഡിക്കുലർ. എന്തിനാണ്? ഫ്രണ്ട് വ്യൂ ഇവിടെ ഒരു പ്രിസമാണ്. പ്രിസത്തിന് ഒരു റെക്റ്റാങ്കിളാണ് എപ്പോഴും ഫ്രണ്ട് വ്യൂ. പിരമിഡ് ആണെങ്കിൽ ട്രയാങ്കിൾ വരും. ഇത് പ്രിസം ആയതുകൊണ്ട് റെക്റ്റാങ്കിളാണ്. നമ്മൾ അതിനെ ടിൽറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്തിനാണ് ടിൽറ്റ് ചെയ്യുന്നത്? ആക്സിസ് 35 ഡിഗ്രിയിലാക്കാൻ. അപ്പോൾ ടിൽറ്റ് ചെയ്യുമ്പോൾ ഗ്രൗണ്ടിൽ ഈ ബേസ് എഡ്ജ് ടച്ച് ചെയ്ത് നിൽക്കണം. അതുകൊണ്ടാണ് റൈറ്റ് സൈഡിൽ ഈ ബേസ് എഡ്ജ് വരുന്ന രീതിയിൽ ഞാൻ വരച്ചത്. റൈറ്റ് സൈഡിലേക്കാണ് ടിൽറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഞാൻ ഈ കോർണർ വരുത്തിയിരുന്നെങ്കിൽ ഇവിടെ റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്യുമ്പോൾ ഒരു കോർണർ മാത്രമേ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുള്ളൂ. അതല്ല, ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഒരു ബേസ് എഡ്ജിൽ ഗ്രൗണ്ടിൽ നിൽക്കണം. ആ ബേസ് എഡ്ജിനെ വേണം നമുക്ക് 45 ഡിഗ്രി ആക്കാൻ. ഇപ്പോൾ നോക്കുക, ഈ ബേസ് എഡ്ജ് ടോപ്പ് വ്യൂവിൽ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് VP 90 ഡിഗ്രിയിലാണ്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്താൽ 45 ഡിഗ്രി ഒരു ലൈനാക്കി മാറ്റാം. അതാണ് അവസാനം വേണ്ടത്. അപ്പോൾ ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ നടക്കണമെങ്കിൽ ഈ ഒരു ഓറിയൻറ്റേഷനിൽ ട്രയാങ്കിൾ വരച്ച് തുടങ്ങണം. ഈ സൈഡിൽ കോർണർ വരാൻ പാടില്ല, ഈ സൈഡിൽ ഈ എഡ്ജ് തന്നെ വരണം. എന്നാലേ നമ്മുടെ ഫ്രണ്ട് വ്യൂ നമ്മൾ ടിൽറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ബേസ് എഡ്ജിൽ ആ ഒബ്ജക്റ്റ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് നിൽക്കുകയുള്ളൂ. ഇപ്പോൾ ടോപ്പ് വ്യൂ ഞാൻ വരച്ചു, അതിനെ നെയിം ചെയ്യുകയാണ്. ബോട്ടമിൽ 1 2 3 4ഉം ടോപ്പിൽ ABCDയുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 കോർണറാണ്. ബോട്ടം ബേസിൽ 1 2 3, ടോപ്പ് ബേസിൽ ABC. അപ്പോൾ A ബ്രാക്കറ്റ് 1, B ബ്രാക്കറ്റ് 2, C ബ്രാക്കറ്റ് 3. ഈ നെയിമിങ് ABC ടോപ്പിലെ ട്രയാങ്കിൾ, 1 2 3 ബോട്ടമിലെ ട്രയാങ്കിൾ. ഇനി ഒരു ആക്സിസ് വേണം, കാരണം ആക്സിസിൻ്റെ ടോപ്പ് വ്യൂ ഒരു ഡോട്ട് പോയിൻ്റാണ്, ഫ്രണ്ട് വ്യൂവിൽ വെർട്ടിക്കൽ ലൈനുമാണ്. അപ്പോൾ ആക്സിസിൻ്റെ നൊട്ടേഷൻ ഇവിടെ ഞാൻ യൂസ് ചെയ്യുകയാണ്. ആക്സിസിൻ്റെ ടോപ്പ് പോയിൻ്റ് Oയും ബോട്ടം പോയിൻ്റ് 4ഉം ആക്കാം. അപ്പോൾ
ആക്സിസ് ഇതിൻ്റെ ജോമെട്രിക് സെൻറ്റർ കണ്ടെത്തണം. അതിന് ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട്. ഇതിൻ്റെ ജോമെട്രിക് സെൻറ്റർ കണ്ടെത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ സൈഡും ഈക്വലാണ് ഈ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ച്. അപ്പം ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് കോർണറിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. അതുപോലെ അടുത്ത കോർണറിൽ നിന്ന് ഈ സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് ഈ കോർണറിൽ നിന്നൊരു ലൈൻ വരയ്ക്കുക. മൂന്നാമത് വരയ്ക്കാനുള്ളതും കറക്റ്റ് അങ്ങനെ തന്നെ ആ പോയിൻറ്റിലൂടെ കടന്നു പോകും. അപ്പോൾ നമുക്കിവിടെ ഒരു പോയിൻ്റ് കിട്ടി. ഇത് ജോമെട്രിക്കൽ സെൻറ്റർ ഓഫ് ട്രയാങ്കുലർ ഫേസ് ആണ്. ആക്ച്വലി ഈ ലൈനിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിത് എച്ച് കൊണ്ട് ക്ലിയർ ആയിട്ട് വരയ്ക്കുന്നുവെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ 2H കൊണ്ട് ലൈറ്റായിട്ട് ചെയ്യുക. ചെയ്തിട്ട് ഞാൻ ഈ ആക്സിസ് മാത്രം ഗ്രീൻ കളറിൽ ഇവിടെ എഴുതാം. ടോപ്പിൽ O, ബോട്ടമിൽ 1 2 3 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ 4 എഴുതാം. അപ്പോൾ ഇത് O4 ആണ്. ടോപ്പിൽ Oയും ബോട്ടമിൽ 4. ഈ ഗ്രീൻ ലൈനിൻ്റെ ആവശ്യമുള്ളതല്ല, അത് വളരെ ലൈറ്റായിട്ട് 2H കൊണ്ട് ചെയ്താൽ മതി. ഇനി ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. അപ്പോൾ ഞാൻ 1-ൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതാണ് 1, ടോപ്പിലുള്ളത് A ആണ്. അപ്പോൾ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം ആ ഒരു പ്രൊജക്ഷൻ. എത്ര ഹൈറ്റ് വേണം? ഇവിടെ ആക്സിസ് ഹൈറ്റ് വേണം, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ബോഡി വേണം. ഹൈറ്റ് ഓഫ് ദി ബോഡി 50 ആണ്. അതുപോലെ 2 3 BC എല്ലാം കൂടെ ഈ ഒരു ഒറ്റ പ്രൊജക്ഷനിൽ സാധിക്കും. ഹൈറ്റ് 50 ഞാനൊന്ന് ആക്സിസിൽ അപ്ലൈ ചെയ്യാം. ആക്സിസിനെയും പ്രൊജക്റ്റ് ചെയ്യണം. ആക്സിസ് ഇച്ചിരി റൈറ്റ് സൈഡിലോട്ട് നീങ്ങിയാണ് നിൽക്കുന്നത്, കാരണം ഈ ട്രയാങ്കിൾ ഓറിയൻറ്റേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ 50 ഹൈറ്റിൽ നിൽക്കണമെങ്കിൽ എൻ്റെ ഒരു മെഷർമെൻ്റ് അനുസരിച്ച് ഇത്രയെങ്കിലും വേണം. ഇതാണ് ആക്സിസ് വരയ്ക്കുന്ന രീതി. വലിയ ഡാഷ്, ചെറിയ ഡാഷ്. ഇവിടം വരെ വരും. ഞാൻ ഇത്തിരി കൂടെ ഡാഷസ് എക്സ്റ്റെൻഡ് ചെയ്യുക. ടോപ്പ് ബേസ് മുകളിൽ ക്ലോസ് ചെയ്യുന്നു. ഇനി ആ ഡ്രോയിങ് ഒബ്ജക്റ്റ് ഞാൻ എച്ച് പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതിന് പകരം ഇവ ബ്ലൂ കളർ കൊണ്ട് വരയ്ക്കാം. ഫ്രണ്ട് വ്യൂ, രണ്ട് സൈഡ്, വൈറ്റ് ബോർഡ് പെന്നുമാണ്, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ മാഞ്ഞു പോകും. പെർമനൻറ്റ് മാർക്കറൊന്നും അല്ല. എപ്പോഴും ഞാൻ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ ബോട്ടം ബേസ് അടയ്ക്കണം. ആ എക്സ് ലൈൻ ഉണ്ടെന്നുള്ള ധാരണയിൽ അത് വെറുതെ വിടരുത്. അത് വരച്ചിരിക്കണം. എച്ച് കൊണ്ട് റീഡ്രോ ചെയ്ത് വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. വേറെ എഡ്ജസ് ഒന്നും ഇവിടെ വരാനില്ല. നടുക്കൂടെ വേറെ എഡ്ജൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെതായ കറസ്പോണ്ടിങ് കോർണർ പോയിൻറ്റ്സ് ഒക്കെ വന്നേനെ. ഇതുപോലെ നെയിം ചെയ്തു. അപ്പോൾ ഏതായാലും പേരുകൾ മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ടോപ്പിൽ ഈ സൈഡിൽ A' ആണല്ലോ, കാരണം ഇവിടെ നിന്ന് A'. ഇത് ബിയും സിയും ടോപ്പിലുണ്ട്. ബിയുടെ പുറകിലാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ ബിയുടെ പുറകിലാണ് സി. അപ്പം B' ആദ്യം എഴുതുകയും C' രണ്ടാമത് എഴുതുകയും ചെയ്യുക. അതുപോലെ താഴെ 1 ഇവിടെ 2 വിതിൻ ബ്രാക്കറ്റ് 3, 2 3 ഇവിടെ ടോപ്പിൽ O', ബോട്ടമിൽ 4 അതാണ് ആക്സിസ്. ഇനി ഈ പറയുന്ന ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ആക്സിസ് ഇൻക്ലൈൻഡ് അറ്റ് 35 ഡിഗ്രി ടു HP. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ആംഗിൾ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ വിത്ത് HP വിത്ത് VP ഇങ്ങനെയാണ് ആംഗിൾസ് എഴുതിയിരിക്കുന്നത്. വിച്ച് മീൻസ് ഇതൊരു തീറ്റ മെഷർമെൻറ്റും ഇതൊരു ഫൈ മെഷർമെൻറ്റുമാണ്. തീറ്റ ഫൈ മെഷർമെൻറ്റ്സ് ആക്ച്വൽ ആംഗിൾസ് ആണ്. നമ്മൾ വരച്ചു കഴിഞ്ഞ ഈ ഷാഡോസിൻ്റെ ഇൻക്ലിനേഷൻ ആംഗിൾസ് അല്ല. സ്പേസിൽ ക്വാഡ്രൻറ്റിൽ ഒരു സോളിഡ് ഒബ്ജക്റ്റ് ടിൽറ്റ് ചെയ്യുമ്പോൾ ആ സോളിഡ് ഒബ്ജക്റ്റിൻ്റെ റിയൽ ആക്സിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആംഗിൾ വിത്ത് ബോട്ടം ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ ഒരു റിയൽ ആംഗിളാണ് വിത്ത് റെസ്പെക്ട് ടു റിയൽ സർഫസ്. നമ്മളത് ഒരു പ്രൊജക്റ്റഡ് ഇമേജ് വിത്ത് റെസ്പെക്ട് ടു XY ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ആ ആംഗിൾ ആൽഫയാണ്. അത് തീറ്റ ആൽഫയായി മാറും. ഇവിടെ പറയുന്ന ഫൈ ബീറ്റയായി മാറും. ഫ്രണ്ട് വ്യൂവിലെ ആംഗിൾ അത് ആൽഫയായി മാറുന്നു. ടോപ്പ് വ്യൂവിലെ ഫൈ ആംഗിൾ ബീറ്റയായി മാറുന്നു. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു ആൽഫ ആംഗിളാണ്. പക്ഷേ ഈ 35 എന്ന് പറയുന്ന തീറ്റ ആംഗിൾ അതേപോലെ തന്നെ 35 എന്ന് പറയുന്ന ആൽഫ ആംഗിൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതാണ് ആലോചിക്കേണ്ടത്. പറ്റും. ഒരിക്കൽ മാത്രമേ അത് പറ്റുകയുള്ളൂ. തീറ്റയും ആൽഫയും സെയിം ആവുന്നത് രണ്ടും ഒരേ ട്രൂ ലെങ്തിൽ തന്നെ വരയ്ക്കുമ്പോഴാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു ഈ സ്കെയിൽ ഞാൻ സർഫസിന് പാരലായിട്ടാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ സ്കെയിൽ ഞാനൊരു 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ താഴെയുള്ള ഷാഡോയും 30 ഡിഗ്രിയാണ് മൂവ് ചെയ്യുന്നത്.
ഇപ്പോൾ റിയലി ഒബ്ജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഈ ആംഗിളാണ് തീറ്റ. ഈ താഴെ ഇത് ഷാഡോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. അപ്പോൾ മുകളിൽ റിയൽ ഒബ്ജക്റ്റ് തീറ്റ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ താഴെ ആൽഫ ഷാഡോയിൽ ചേഞ്ച് ഉണ്ടായി. ഈ തീറ്റ ആംഗിൾ തന്നെ താഴെ ആൽഫ ആംഗിൾ ആവുന്നത് എപ്പോഴാണ്? ഈ സ്കെയില് ഈ സർഫസിന് പാരലായിട്ട് നിൽക്കുമ്പോഴാണ്. വിച്ച് മീൻസ് സ്കെയിലിൻ്റെ ഫുൾ ലെങ്ത് ഈ ഷാഡോയ്ക്ക് ഉള്ളപ്പോഴാണ്. ഷാഡോയ്ക്ക് നമ്മുടെ ഇമേജിന്, പ്രൊജക്റ്റഡ് ഇമേജിന് ആക്ച്വൽ ലെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്ച്വൽ ആംഗിൾ ആൽഫയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ 35 ഡിഗ്രി അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആക്സിസിനാണ്. ആക്സിസിന് റിയൽ ലെങ്ത് ആണെങ്കിൽ മാത്രമേ അത് അപ്ലൈ ചെയ്യാവുള്ളൂ. എപ്പോഴാണ് റിയൽ ലെങ്ത് അല്ലാതാവുന്നത്? ഈ പാരലലിസം നഷ്ടപ്പെടുമ്പോഴാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ സ്കെയിൽ ഞാൻ ടിൽറ്റ് ചെയ്യുന്നു. സ്കെയിൽ ടിൽറ്റ് ചെയ്തപ്പോൾ സ്കെയിലിൻ്റെ ഈ എഡ്ജ് മുതൽ ഈ എഡ്ജ് വരെയുള്ള ലെങ്ത് ഒന്ന് ഷ്രിങ്ക് ചെയ്തു. ഈ കാണുന്ന ലെങ്ത് അല്ല ഞാൻ ടിൽറ്റ് ചെയ്തപ്പോൾ കാണുന്ന ലെങ്ത്. ഇപ്പോൾ ടോപ്പ് വ്യൂവിന് ലെങ്ത് കുറവാണ്, താഴെ ഉണ്ടാകുന്ന ഷാഡോയ്ക്ക് ലെങ്ത് കുറവാണ്. ഇങ്ങനെ ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തപ്പോഴോ താഴെയുള്ള സ്കെയിലിൻ്റെ ഷാഡോയ്ക്ക് ലെങ്ത് അതിൻ്റെ ഫുൾ ലെങ്ത് ഉണ്ട്. ഇതൊന്ന് ഇൻക്ലൈൻഡ് ആക്കിയപ്പോഴോ താഴെയുള്ള സ്കെയിലിൻ്റെ ഷാഡോയുടെ ലെങ്ത് കുറയുന്നു. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ലെങ്ത് റെഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അത് പ്രൊജക്റ്റഡ് ലെങ്തുകളായി മാറുമ്പോൾ നമുക്ക് എക്സാക്റ്റ് തീറ്റയോ ഫൈയോ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കറസ്പോണ്ടിങ് ആൽഫയും ബീറ്റയും മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളൂ. നേരത്തെ ഡ്രോയിങ്സിൽ ഒബ്സർവ് ചെയ്ത് കാണും, തീറ്റയേക്കാൾ കൂടുതലായിരിക്കും എപ്പോഴും ആൽഫ, ഫൈനേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും ബീറ്റ. ഈ കേസിൽ നമുക്ക് 35 അതേപടി അപ്ലൈ ചെയ്യണമെങ്കിൽ അത് വിത്ത് HP പറഞ്ഞതുകൊണ്ട് തീറ്റ ആംഗിളാണ്. ആ തീറ്റ ആംഗിൾ അതേപടി അപ്ലൈ ചെയ്യണമെങ്കിൽ അത് അപ്ലൈ ചെയ്യേണ്ട ആക്സിസ് ട്രൂ ലെങ്ത് ആണോ എന്ന് നോക്കണം. ഇതാണ് നമ്മളൊക്കെ അപ്ലൈ ചെയ്യേണ്ട ആക്സിസ്. വിത്ത് HP ആംഗിൾ അപ്ലൈ ചെയ്യേണ്ടതൊക്കെ ഫ്രണ്ട് വ്യൂ ആണ്. വിത്ത് VP ആംഗിൾ അപ്ലൈ ചെയ്യേണ്ടതൊക്കെ ടോപ്പ് വ്യൂവിലാണ്. കാരണം ഫ്രണ്ട് വ്യൂവിൽ XY ലൈൻ HP ആണ്, ടോപ്പ് വ്യൂവിൽ XY ലൈൻ VP ആണ്. HP യുമായിട്ട് കമ്പയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫ്രണ്ട് വ്യൂവിൽ കൈകാര്യം ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഫ്രണ്ട് വ്യൂവിൽ XY ലൈൻ HP ആണ്. VP യുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം ടോപ്പ് വ്യൂവിൽ കൈകാര്യം ചെയ്യണം. ടോപ്പ് വ്യൂവിൽ XY ലൈൻ VP ആണ്. ഇത് ഫ്രണ്ട് വ്യൂവിൽ HP ആയിട്ട് മെഷർ ചെയ്ത് എടുക്കേണ്ട ഒരു ആംഗിളാണ്. അത് ഫ്രണ്ട് വ്യൂവിൽ അപ്ലൈ ചെയ്യണം. ഫ്രണ്ട് വ്യൂവിലെ ആക്സിസ് ട്രൂ ലെങ്ത് ആണോ എന്ന് നോക്കണം. O4 ട്രൂ ലെങ്ത് ആണോ നമുക്കറിയാം, കാരണം നമ്മളിപ്പോൾ അങ്ങനെ വരച്ചതാണ്. പക്ഷേ ഗ്രാഫിക്കലി അതിനൊരു പ്രൂഫുണ്ട്. പെയർ ഡ്രോയിങ്ങിൽ O4 എങ്ങനെയാണെന്ന് നോക്കുക. ഒരു ഡോട്ട് പോയിൻ്റാണ്. പെയർ ഡ്രോയിങ്ങിൽ ഒരു ഡോട്ട് പോയിൻ്റ് നമ്മുടെ ഈ ഡ്രോയിങ്ങിൽ റിയൽ ലെങ്തിനെ തരുന്നു. ഈ പെയർ ഡ്രോയിങ്ങിൽ ഒരു ഹൊറിസോണ്ടലായിട്ട് കാണുന്നത് അതിൻ്റെ ഈ ഡ്രോയിങ്ങിൽ റിയൽ ലെങ്തിനെ തരുന്നത്. രണ്ട് സിറ്റുവേഷനാണ്. ഒരു ഹൊറിസോണ്ടൽ വ്യൂ അതിൻ്റെ പെയർ വ്യൂവിൽ ട്രൂ ലെങ്ത് ആയിരിക്കും. ഒരു ഡോട്ട് പോയിൻ്റ് വ്യൂ അതിൻ്റെ പെയർ ഡ്രോയിങ്ങിൽ ട്രൂ ലെങ്ത് ആയിരിക്കും. ഇവിടെ ഒരു ഡോട്ട് പോയിൻ്റ് വ്യൂ ആണ് O4. അതുകൊണ്ട് ഈ O4 ട്രൂ ലെങ്ത് ആണ്. അതുകൊണ്ട് നമുക്ക് 35 ഡിഗ്രി അപ്ലൈ ചെയ്യാം. ഞാൻ ആക്സിസ് വെർട്ടിക്കലി നിന്നത് റൈറ്റ് സൈഡിലോട്ട് 35 ഡിഗ്രി ആക്കിയാണ്. ഈ ഒരു ആംഗിൾ 35 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു HP അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു XY. ഫ്രണ്ട് വ്യൂവിൽ SY മീൻസ് HP. അതുകൊണ്ട് ഇത് വിത്ത് റെസ്പെക്ട് ടു HP തന്നെയാണ്. ഇത് ആകുമ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള ഈ എഡ്ജും ഇങ്ങനെയാവും, ലെഫ്റ്റ് സൈഡിലുള്ള ഈ എഡ്ജും ഇങ്ങനെയാവും. ബോട്ടം ബേസ് ഒന്ന് ഇങ്ങനെ ലിഫ്റ്റഡ് ആവും, ടോപ്പ് ബേസ് ഇങ്ങോട്ടൊന്ന് ചെരിയും. അപ്പോൾ ആക്സിസ് എത്ര ഇൻക്ലൈൻഡ് ആവുന്നു അത് തന്നെയാണ് ഈ ഒരു ബ്ലൂ ലൈൻ്റെ ഇൻക്ലിനേഷൻ. കാരണം ഇത് രണ്ടും പാരലാണ്, ഇത് മൂന്നും പാരലാണ്, ഒരുപോലെയാണ് ഇൻക്ലൈൻഡ് ആവുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്ന ആക്സിസ് അല്ല, ഈ 2ൽ നിന്ന് ബിയിലേക്കുള്ള ആ ഒരു ബ്ലൂ ലൈനാണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത് അപ്പോൾ 2, 3 ആണ്. 2, 3 ഒരു സിംഗിൾ പോയിൻ്റ് അല്ല, 2ഉം 3ഉം രണ്ട് നെയിമാണ്. അതൊരു എഡ്ജാണ്, അതുകൊണ്ടാണ് രണ്ട് നെയിം വരുന്നത്. ഇതാണ് ആ 2, 3. അപ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ആ എഡ്ജിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്താൽ ഇതാ ഈ ഒരു സൈഡ് എഡ്ജ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ ടിൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2, 3 പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണ് ടിൽറ്റ് ചെയ്യാൻ വേണ്ടി. ഇതാണ് 2, 3 പോയിൻ്റ്. അവിടെ നിന്നും നമ്മുടെ 35 ഡിഗ്രി ഒന്ന് മെഷർ ചെയ്യാം. അത് വളരെ സ്മോൾ ആംഗിളാണ്. എനിക്ക് അടുത്ത മൂന്നാമത്തെ സെറ്റ് ഫിഗറൂടെ വരയ്ക്കേണ്ടതുണ്ട്. ഞാൻ ചുടി ഇങ്ങോട്ട് മാറ്റി ചെയ്യാം. മീൻസ് ഇങ്ങനെ ഒരു പൊസിഷനിലൂടെയാണ് വരിക. എത്ര ലെങ്ത്? ഇത് 50 mm ലെങ്ത് ആയിരുന്നു. ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തു. മൂന്നാമത്തെ ഡ്രോയിങ് സ്ഥലമില്ലേ? 50. ഈ ആംഗിള് തീറ്റ തന്നെയാണ്. അതിവിടെ ആൽഫ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. തീറ്റ ആൽഫ ഈ കേസിൽ സെയിം ആണ്, കാരണം ട്രൂ ലെങ്തിനാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ തൽക്കാലം മനസ്സിലാക്കാൻ എഴുതിയതേ ഉള്ളൂ. ഞാൻ റബ്ബ് ചെയ്ത് കളയും. അടുത്തത് ബാക്കി കാര്യങ്ങൾ വരയ്ക്കണം. അതിന് കോമ്പസ് ഉപയോഗിക്കുക. ഈ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കാം. അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ.
ഇനി ഈ കോർണർ ടു കോർണർ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആർക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ആർക്കിനെയും കട്ട് ചെയ്യുന്നൊരു പോയിൻ്റ് ഇവിടെ കിട്ടും. അതേ കോർണർ ടു കോർണർ ഡിസ്റ്റൻസ് ആണ് ഇത്. അപ്പോൾ അത് ഇവിടുന്ന് ഇങ്ങോട്ടും ചെയ്യാം. അങ്ങനെ ആർക്ക് കട്ടിങ്ങിലൂടെ ഈ 1A കോർണേഴ്സ് ഇവിടെ കണ്ടുപിടിക്കാം. എന്നിട്ട് സ്കെയിൽ കൊണ്ട് ജോയിൻ ചെയ്താൽ മതി. അതിന് ശേഷം ആക്സിസ് ചെയ്യാം. എനിക്ക് ആ കോമ്പസ് ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇവിടെ അതിൻ്റെ ബോട്ടം ബേസ് വരയ്ക്കുകയാണ്. ഇവിടെ ഒന്ന് അളന്ന് നോക്കട്ടെ. ആക്സിസ് കൂടെ വരയ്ക്കാറുണ്ട്. ആക്സിസിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് ഒന്ന് നോക്കാം. ഞാനിവിടെ ഡോട്ടൊന്നും ഇടുന്നില്ല. ഇതിനെ പാരലായിട്ടൊന്ന് പ്ലേസ് ചെയ്യുന്നു, വരയ്ക്കുന്നു. അത് പ്രാക്ടീസ് ആക്കാവുന്നേ ഉള്ളൂ. കാഴ്ചയിൽ പാരലിസം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാനുള്ള ക്വാളിറ്റി വേണം. തിരികെ എറർ വരാം, കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത പേരുകളൊക്കെ ഒന്ന് എഴുതുകയാണ്. വെർട്ടിക്കലി എഴുതണം. ഇത് O' ആണ്, ഇത് 4' ആണ്. അതിന് ശേഷം ബാക്കി പോയിൻറ്റ്സ് ഇത് 1', ഇവിടെ 2', 3', ഇവിടെ B', C', ഇവിടെ A'. ഇതൊക്കെയാണ് പോയിൻറ്റ്സ്. ഇനി ഫ്രണ്ട് വ്യൂവിന് ചേഞ്ച് ഉണ്ടായെങ്കിൽ നാച്ചുറലി ടോപ്പ് വ്യൂവിന് ചേഞ്ച് ഉണ്ടായി. അത് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, സൈഡിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുക. ചില പ്രൊസീജിയേഴ്സൊക്കെ നമുക്ക് അവിടെ 1, 2, 3 പ്രൊസീജിയേഴ്സൊക്കെ അപ്ലൈ ചെയ്യാണ്ട് ആ പ്രൊജക്ഷൻസ് ഒന്ന് താഴേക്ക് ചെയ്യുക. പോയിൻ്റ് 1, പോയിൻ്റ് 2, 3 തീർന്നു. 3 പോയിൻ്റേ ഉള്ളൂ ഒരു കോർണർ. അതിനടുത്തത് പോയിൻ്റ് A, പോയിൻ്റ് BC. ഇതൊക്കെ 90 ഡിഗ്രി ആയിരിക്കണം. ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കണം. ഇനി ഞാൻ ആക്സിസും കൂടെ, ആക്സിസ് ഈ ഫ്രണ്ട് വ്യൂവിൽ ആക്സിസിൻ്റെ ചേഞ്ചിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ സ്ഥലങ്ങളിൽ വേണമെന്നില്ല. എന്നിരുന്നാലും അതങ്ങ് ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യണം. ഹൊറിസോണ്ടലി XYക്ക് പാരലലായിട്ട് ചെയ്യണം. എല്ലാ പോയിൻറ്റ്സിനും പ്രൊജക്റ്റ് ചെയ്യണം. ഒരു പോയിൻ്റ് പോലും വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് ചെയ്യാം. അപ്പം ഞാൻ 1-നും A'ക്കും ചെയ്തു. ഇത് 2-നും B'ക്കും ചെയ്യുന്നു. ഇനി 3-ക്കും C'ക്കും ആണുള്ളത്. ഇത് അത്ര മിഡല്ല, ഇത്തിരി എറർ എന്തോ വന്നിട്ടുണ്ട്. സാരമില്ല. ഈ ഹാഫ് ഈക്വൽ വരണം, അത് വരുന്നില്ല. ഇത് ചെരിഞ്ഞ് പോയിട്ടുണ്ട് ഇത്തിരി. നിങ്ങൾ പ്രോപ്പറായിട്ട് പാരലലിസമൊക്കെ മെഷർ ചെയ്തോളൂ. ഞാൻ ഇതിന് ശേഷം ഇവിടെയുള്ള ഫിഗർ ഒന്ന് കണ്ടെത്തണം. ആ മെഷ് വർക്കായി ഇനി ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. അതിന് 1-ൽ തുടങ്ങിയാണ്. 1, 1 ബ്ലാക്ക് കൊണ്ട് എഴുതാം. 1'. അടുത്തത് 2, 2. അടുത്തത് അവിടെ തന്നെയാണ് 3, 3 ഇവിടെ വരും. 3'. അതുപോലെ A ഇവിടെ വരും. A ഇതുമായിട്ട് ചേർന്ന് ഇവിടെ വരും. A'. B ഇവിടെ വരും. C ഇവിടെ വരും. Bയും Cയും. B', C'. ഇനി ആക്സിസ് ഇവിടെ നോക്കണമെങ്കിൽ ഇവിടെയാണ് 4 വരിക. ഇവിടെയാണ് O വരിക. അടുത്തത് ചെയ്യേണ്ടത് ഒരു 3 സ്റ്റെപ്പ് പ്രൊസീജിയർ വഴി ഇവിടുത്തെ ആ ഷേപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഔട്ടർ എഡ്ജസ് വരയ്ക്കുക.
വരയ്ക്കാൻ പോകുന്ന ഔട്ടർ എഡ്ജ് ഒന്ന് ആദ്യം നോക്കുകയാണ്, അത് അങ്ങനെ റിയലി ഉണ്ടോ. 1 2 1 2 2B 2B BC BC C3 C3 3 1 3 1. അപ്പോൾ അത് വരയ്ക്കുന്നു. അത്രയും എഡ്ജസ് റിയലി ഉള്ളതാണ്. ഫ്രീ ഹാൻഡായിട്ട് ചെയ്താൽ മതി പറ്റുന്നവർക്ക്. അതിനാണ് ഗ്രാഫ് ഷീറ്റ് പോലത്തെ ഒരു ഷീറ്റ് എക്സാമിൻ്റെ പേപ്പറിലുള്ളത്, ആൻസർ ഷീറ്റിലുള്ളത്. നമുക്ക് ചെറിയ ചെറിയ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ചെയ്താൽ മതി. ഫ്രീ ഹാൻഡ് സ്കെച്ച് മതി എന്നുള്ളത് KTU ഈ സബ്ജക്റ്റ് തുടങ്ങിയ കാലം മുതൽ പറയുന്നുണ്ട്. ഇത് ഔട്ടർ എഡ്ജ് മാത്രം വരച്ചു. ഇനി സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ഹിഡൻ എഡ്ജസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഹിഡൻ എഡ്ജ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ടോപ്പ് വ്യൂ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഫ്രണ്ട് വ്യൂവിന് മുകളിൽ നിന്ന് താഴോട്ട് നോക്കണം. മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ റിമോട്ട് പോയിൻ്റ് ഇതാണ് 2 and 3, 2 പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ 2 കണക്റ്റഡ് എഡ്ജസ് 2 3 2 1 രണ്ടെണ്ണേ ഉള്ളൂ. 2 3 2 1. പിരമിഡിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഒരു 2 Oയും കൂടെ വരും. ഇവിടെ അങ്ങനെ ഒരു ലാറ്ററൽ എഡ്ജ് ഇല്ല. 2 3 2 1. പക്ഷേ ഈ 2ൽ ഒരു വെർട്ടിക്കൽ എഡ്ജ് ഇവിടെയുണ്ട് പ്രിസത്തിൻ്റെ, അത് 2B. അപ്പോൾ 3 എണ്ണം ഉണ്ട്. 2 3 2 1 2B. അത് ഇവിടെ ജോയിൻ ചെയ്യുക. 2 3 ഹിഡനാണ്. ടു 1 2 3 2 1 2B. ഇത് 3 കഴിഞ്ഞു. അടുത്തത് 3 എന്ന പോയിൻ്റാണ്. 3 എന്ന പോയിൻറ്റുമായിട്ട് കണക്റ്റഡ് 3 1 3 2 3C. അപ്പോൾ അത് നോക്കുക. 3 1 3 2 3C വരച്ച് കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പായി. ഇനി തേർഡ് സ്റ്റെപ്പ് മിസ്സിങ് എഡ്ജസ് കണ്ടുപിടിക്കുക, ഫില്ല് ചെയ്യുക. ഇപ്പോൾ ട്രയാങ്കുലർ പ്രിസമാണ്, എത്ര എഡ്ജസ് ഉണ്ടെന്ന് അറിയണം. ട്രയാങ്കിളിൻ്റെ പ്രിസത്തിൻ്റെ ബോട്ടം ബേസിൽ 3 എഡ്ജ്, ടോപ്പ് ബേസിൽ 3 എഡ്ജ്, വെർട്ടിക്കലി 3 എഡ്ജ്, 9 എഡ്ജസ്സാണ്. ആദ്യം ബോട്ടം ബേസിലെ എഡ്ജസ് നോക്കാം. 1 2 2 3 3 1 വരച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് ടോപ്പിലെ എഡ്ജസ് AB BC CA ആണ്. അത് വരച്ചിട്ടില്ല, അത് ജോയിൻ ചെയ്യണം. ഇവിടെ ഹിഡനാണോ തിക്കാണോ എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല, കാരണം ഹിഡൻ്റെ പണി നമ്മൾ കഴിഞ്ഞതാണ്. ഇനി വരയ്ക്കുന്നതൊക്കെ തിക്കാണ്, അല്ലെങ്കിൽ ക്രോസിങ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ടോപ്പ് ബേസും ബോട്ടം ബേസും വരച്ച് കഴിഞ്ഞു. ഇനി വെർട്ടിക്കലി 3 എഡ്ജസ് ഉണ്ട്. ഏതൊക്കെയാണ് ഇവിടെ നോക്കി അറിയാം. A1 B2 C3. ഇതാണ് A1 B2 ബ്രാക്കറ്റിലുള്ള C3. ഇത്രയും വെർട്ടിക്കൽ എഡ്ജസ് ഇവിടെ ഒന്ന് കൗണ്ട് ചെയ്യാം. A1 വരച്ചിട്ടില്ല, B2 വരച്ചു, C3 വരച്ചു. അപ്പോൾ A1 മാത്രമാണ് വരയ്ക്കാത്തത്. ഡാഷിനെ ക്രോസ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഡാഷ് അല്ലാത്ത തിക്ക് ലൈനാണ്, അതാണ് വരയ്ക്കേണ്ടത്. നോക്കാം. ഇതാണ് ഫ്രണ്ട് വ്യൂ ഇംഗ്ലണ്ട് ആയി കഴിഞ്ഞപ്പോൾ ടോപ്പ് വ്യൂവിനുണ്ടായ ചേഞ്ച്. അപ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് ടിൽറ്റ് ചെയ്തപ്പോൾ ടോപ്പിലുള്ള ട്രയാങ്കിൾ ബേസ് ഇങ്ങോട്ട് ഷിഫ്റ്റഡ് ആകുന്നു. അതാണ് ഇവിടെ വന്നത്. അടിയിൽ ബോട്ടമിലുള്ള ട്രയാങ്കിൾ ബേസ് അടിയിലാണ്, അത് നമ്മൾ മുകളിൽ നോക്കിയാൽ കാണില്ല. ഈ ഒരു റൂഫ് പോലെയുള്ള ഷേപ്പിൻ്റെ അണ്ടറിലാണ് ആ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന എഡ്ജ് 2 3. ഇത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന നമ്മുടെ 2 3 എഡ്ജാണ്. ഇനി അടുത്തൊരു കണ്ടീഷനുണ്ട്. ബേസ് എഡ്ജ് ഓൺ വിച്ച് ഇറ്റ് റെസ്റ്റ് ഈസ് ഇംഗ്ലണ്ട് അറ്റ് 45 ഡിഗ്രി ടു VP. ബേസ് എഡ്ജ് ഓൺ വിച്ച് ഇറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡാഷ്ഡ് ഇട്ട ലൈനാണ്. അതിപ്പോൾ VPയുമായിട്ട്, ഇതാണ് VP, ടോപ്പിൽ VP മീൻസ് XY ലൈൻ, ഇപ്പോൾ VPയുമായിട്ട് 90 ഡിഗ്രിയാണ്. അത് 45 ഡിഗ്രി ആക്കണം. അപ്പോൾ ഈ വെർട്ടിക്കലി നിൽക്കുന്ന ഈ ലൈനെ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങോട്ടാക്കണം. ഇങ്ങനെ നിൽക്കുന്നത് ഒന്നെങ്കിൽ ഇങ്ങോട്ടാക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ടാക്കണം. ഇങ്ങോട്ടാക്കുമ്പോൾ ഈ പോർഷൻസ് മുകളിലോട്ട് വരികയും ഈ ട്രയാങ്കിൾ ഇങ്ങോട്ട് വരികയും ചെയ്യും. തിരിച്ചാക്കുമ്പോൾ ഈ ഒരു കോർണർ പോർഷൻ ഇങ്ങോട്ട് വരുന്നു, ഈ ട്രയാങ്കിൾ ഫേസ് മുകളിലോട്ട് പോകും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ മേ ബി ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഇവിടെ സ്പേസ് ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, നോക്കാം. ഇവിടെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ സംസാരിച്ചപ്പോൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഈ ഒരു ലൈൻ ആംഗിളിൽ വരച്ചതിന് ശേഷം ബാക്കി കോമ്പസ് ആക്ഷനിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെയും അങ്ങനെ ചെയ്യാം, പക്ഷേ അതിനേക്കാൾ ഈസി ഈ സെക്കൻഡ് റൊട്ടേഷൻ ചെയ്യുന്നിടത്ത് ഈ മെഷിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വെർട്ടിക്കൽ മെഷേഴ്സൊക്കെ 45 ഡിഗ്രിയിലാവണം. ഒന്നെങ്കിൽ ഇങ്ങോട്ടാവണം, അല്ലെങ്കിൽ ഇങ്ങോട്ടാവണം. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ മെഷേഴ്സൊക്കെയോ ആ 45 ഡിഗ്രി വരച്ചതിന് ശേഷം അതിന് എക്രോസ് ആയിട്ട് 90 ഡിഗ്രിയിൽ വരയ്ക്കണം. അപ്പോൾ ഞാൻ ഈ വെർട്ടിക്കൽ മെഷേഴ്സ് എത്രയുണ്ട്, 1, ഈ ആക്സിസിൻ്റെ ഞാനൊന്ന് നെഗ്ലക്റ്റ് ചെയ്യാണ്. 1, അതായത് 1 2 3 4 4 വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്. ഹൊറിസോണ്ടലി എത്രയുണ്ട്, 3 എണ്ണം. അപ്പോൾ ഈ 4 വെർട്ടിക്കൽ ലൈൻസ് പാരലലി 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ വരയ്ക്കണം.
അതിന് എക്രോസ് ആയിട്ട് 90 ഡിഗ്രിയിൽ അതിന് പെർപെൻഡിക്കുലറായിട്ട് 1 2 3 മെഷേഴ്സ് ഇങ്ങോട്ടും വരച്ചാൽ ഇതിൻ്റെ റീഡ്രോയിങ് ആയി. അതാണ് ആക്ച്വലി എളുപ്പം. അപ്പോൾ ഞാൻ ആ വെർട്ടിക്കൽ മെഷേഴ്സ് ഇൻക്ലൈൻഡ് ആക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാനാണ്. അപ്പോൾ 4 വെർട്ടിക്കൽ മെഷേഴ്സ് ഇങ്ങനെ ചെയ്യാം, എന്നാലേ എനിക്കിവിടെ സ്പേസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിലുള്ളതിൽ ഞാൻ തുടങ്ങാൻ ശ്രമിക്കുന്നു. ഇതിന് ലെങ്ത് എത്ര വരുമെന്ന് നോക്കട്ടെ. നിയർലി 9.5. ഓക്കെ, ഒരു ആംഗിൾ അവിടെ മെഷർ ചെയ്യപ്പെടണം. നോക്കാം. 45 ഡിഗ്രി ആംഗിൾ. ഇതാണ് എൻ്റെ ഫസ്റ്റ് മെഷർ. ഈ ലൈൻ അതിന് ആവശ്യത്തിന് നീളം കിട്ടും ഏകദേശം കൊണ്ട്. ഞാനിവിടെ ടച്ച് ചെയ്താൽ വരയ്ക്കുന്നത്. നിങ്ങൾ ഇത്തിരി താഴോട്ട് ഇറക്കി വരച്ചോളൂ. ഇങ്ങോട്ട് എല്ലാവർക്കും സ്പേസ് കാണുമല്ലോ, വലിയ പേപ്പറിലല്ല ചെയ്യുന്നത്. ഇനി സെക്കൻഡ് മെഷിലേക്കും തേർഡ് മെഷിലേക്കും ഫോർത്ത് മെഷിലേക്കുള്ള ഡിസ്റ്റൻസുകൾ ഞാൻ നോക്കുകയാണ്. സെക്കൻഡ് മെഷിലേക്ക് എനിക്ക് ഇത്രയും ഉണ്ട്, തേർഡിലേക്ക് 4.5 11.5 16 നോക്കട്ടെ. അപ്പോൾ ഇതിനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ അതിലൂടെ ആ മെഷർമെൻറ്റ്സ് എനിക്ക് എഴുതാൻ പറ്റും. ഇതൊരു 90 ഡിഗ്രി ലൈനാണ് ഉദ്ദേശിച്ചത്. 4.5 11.5 ഇവിടെ നോക്കട്ടെ. ഫൈനലി എനിക്ക് സ്പേസ് തികയുന്നില്ല. ഏതാണ്ട് ഇവിടം വരെ വരും. ഞാൻ അതിനെ ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഇത്രയൊന്ന് റബ്ബ് ചെയ്ത് കളയുകയാണ്. ഈ ലൈൻ വരച്ചതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി മെഷിൻ്റെ ബാക്കി ലൈനുകൾ, ഫസ്റ്റ് വെർട്ടിക്കൽ, സെക്കൻഡ് വെർട്ടിക്കൽ, തേർഡ് വെർട്ടിക്കൽ, ഫോർത്ത് വെർട്ടിക്കൽ. ഫസ്റ്റ് വെർട്ടിക്കൽ 45 ഡിഗ്രിയിൽ ഞാൻ വരച്ച് കഴിഞ്ഞു. ഇനി സെക്കൻഡ് വെർട്ടിക്കൽ ഞാൻ ഇതിന് പാരലായിട്ട് ചെയ്യുകയാണ്. മേ ബി പാരലായിരിക്കാം. തേർഡ് വെർട്ടിക്കൽ എഗെയിൻ പാരലായിട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ 45 ഡിഗ്രി മെഷർ ചെയ്ത് ചെയ്യണം. ഫൈനൽ മെഷ് ലൈൻ ഇത്രയും ചെയ്യും. ഇനി ഈ വരച്ചിരിക്കുന്ന ഹൊറിസോണ്ടൽ മെഷ് ഉണ്ട്, C3യിൽ നിന്ന് വരുന്ന ആ ഒരു പ്രൊജക്ഷൻ ലൈൻ, അതാണ് ഇതെന്ന് വിചാരിച്ചാൽ ഈ മിഡും ഈ ബോട്ടവും ചെയ്താൽ മതി. അപ്പോൾ അതിലേക്കുള്ള മെഷർമെൻറ്റ്സ് ഞാൻ നോക്കുന്നു. എനിക്ക് ഇത്തിരി എററുണ്ട്, ഞാൻ എററോടെ ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് പാരലായിട്ട് ആ സെൻറ്ററിലുള്ളത് ചെയ്യുന്നു, ഏറ്റവും താഴത്തേത് ഇവിടെ ചെയ്യുന്നു. കാലം രക്ഷപ്പെട്ടു, ഇതിനുള്ളിൽ സ്പേസ് കിട്ടി. ഞാൻ എഴുതിയ 45 ഡിഗ്രി കളഞ്ഞ് ഇനി ഈ ഇമേജ് ഇങ്ങോട്ടേക്ക് ഒന്ന് റീഡ്രോ ചെയ്യാം. ഞാൻ ഫ്രീ ഹാൻഡായിട്ട് ചെയ്യുകയാണ്. നമ്മൾ ഉദ്ദേശിച്ചത് ഈ പോയിൻ്റ് C1 ആണ്. അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ചെയ്യാം. C1 എൻ്റെ ഇടയ്ക്ക് കളർ പോയി. താഴെ എന്തായിരുന്നു? ABC, ഇവിടെ B1, പിന്നെ ഇത് A1. ഇവിടെ ഡാഷ് ഇടരുത്, സോറി. ഡാഷ് ടോപ്പ് വ്യൂവിൽ വരാൻ പാടില്ലല്ലോ. ടോപ്പ് വ്യൂവിൽ ഡാഷ് ഇല്ലാത്ത നെയിം, അത് ഞാൻ വിട്ടുപോയി. ഇവിടെ മാത്രം ഡാഷ്, ഇവിടെ ഡാഷ് ഇല്ല. അപ്പോൾ ഡാഷ് ഒന്നും വേണ്ട. ABC, പിന്നെ ഇവിടെ 1 2 3 കളറ് കുറഞ്ഞു. ഡ്രോ ചെയ്യാം. ഇതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഡ്രോ ചെയ്താൽ മതി. ഇത് തിക്ക് ലൈനാണ്. തിക്ക് ലൈൻ, തിക്ക് ലൈൻ, ഇത് ഡാഷ്ഡ് ലൈൻ, ഇത് തിക്ക് ലൈൻ, തിക്ക് ലൈൻ, ഇത് തിക്ക് ലൈനാണ്, ഇതും തിക്ക് ലൈനാണ്, ഇത് തിക്ക് ലൈനാണ്. ഞാൻ റീഡ്രോ ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു, റീഡ്രോ ചെയ്തു. ഇനി ഇത് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്ത് ഇവിടെയുള്ള ഷേപ്പ് കണ്ടുപിടിക്കണം. എനിക്ക് അപ്രോക്സിമേറ്റ്ലി ഈ ഒരു ലൈൻ വെർട്ടിക്കലാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ വെർട്ടിക്കലാണെങ്കിൽ മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒറ്റ പ്രൊജക്ഷൻ മതി. ചെറിയൊരു ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു പ്രൊജക്ഷനും അടുത്തതിന് സെക്കൻഡ് പ്രൊജക്ഷനും വരും. അത് ശ്രദ്ധിക്കുക, നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ എല്ലാ പോയിൻറ്റ്സിനെയും മുകളിലേക്കൊന്ന് പ്രൊജക്റ്റ് ചെയ്യുക. ഇവിടെയും എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, ഓവർലാപ്പിംഗ് വരാൻ സാധ്യതയുണ്ട്. എനിവേ ഇതൊരു വെർട്ടിക്കലാണെന്ന് ഞാൻ വിചാരിച്ച് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യുന്നു. അല്ല, ഇതൊരു ചെറിയ ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് കരുതി ചെയ്യാം. ഇവിടെ എത്ര ഇൻക്ലിനേഷൻ ചെറുതായിട്ടുണ്ടെങ്കിൽ ഇവിടെയും ചെറുതായിട്ടുണ്ടാകും. കാരണം എല്ലാം പാരലലിയാണല്ലോ. ചെറിയ ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. ഇപ്പോൾ ആണെങ്കിൽ ബോട്ടം പ്രൊജക്ഷൻ ഇതുപോലെ മുകളിലോട്ട് വരും. ടോപ്പിലെ പ്രൊജക്ഷൻ അതിന് പാരലായിട്ട് തൊട്ടടുത്തൂടെ വരും.
ഇങ്ങനെ സംഭവിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് നിങ്ങൾ ആക്ച്വലി വരച്ച് കഴിയുമ്പോൾ ശ്രദ്ധിക്കുക. രണ്ടും ഒന്നാണെങ്കിലും നോ പ്രോബ്ലം. അടുത്തത് ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഇതും ആ രീതിയിൽ തന്നെയാണ്. രണ്ടെണ്ണം ഉണ്ടാവേണ്ടതാണ്. ഞാൻ ട്രൈ ചെയ്യുന്നു. ഒരെണ്ണം, സെക്കൻഡ്, അടുത്തത് ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. എല്ലാ പ്രൊജക്ഷൻസും ആയാൽ നോക്കുക. 1-ൽ നിന്ന് 2-ൽ നിന്ന് 3-ൽ നിന്ന് A B C ഇത്രയേ ഉള്ളൂ. 6 കോർണർ പോയിൻറ്റ്സ് ആണ്. ഇനി ഇവിടെ നിന്ന് മെഷ് ഉണ്ടാക്കണം. ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുക. ഏറ്റവും ടോപ്പിൽ A, അടുത്തത് BCക്ക് വേണ്ടി ഒരെണ്ണം, അടുത്ത 1-ന് വേണ്ടി, അടുത്തത് 2-3ക്ക് വേണ്ടി ഒരെണ്ണം. അത് ഓൾറെഡി XY ലൈനാണ്. ഇത്രയും പ്രൊജക്ഷൻസുമായി ഇത് ഇതുപോലെ ഡബിൾ ലൈൻ ആവണമെന്നില്ല, സിംഗിൾ ലൈൻ ആവാം. അതിനനുസരിച്ച് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്താൽ മതി. ഇനി ഒന്ന് മെഷിൻ്റെ പോയിൻറ്റ്സ് ഒന്ന് കണ്ടെത്തണം. ആദ്യം 1-ൽ തുടങ്ങാം. 1-ഉം 1-ഉം കൂടെ ചേർന്ന് ഇവിടെ ഒരു 1'. ഇനി 2 ഇവിടെയാണ്. ഇവിടുത്തെ 2 ബേസിലാണ്, ബോട്ടം ബേസിലാണ്. 2-2 കൂടെ ചേർന്ന് ഇവിടെ ഒരു 2'. അടുത്തത് 3 ഇവിടെ തന്നെയാണ്. ഇവിടെ നിന്ന് വരുന്ന 3 ഇതാണ്. അപ്പോൾ ഇവിടെ 3'. ഇനി A ഏറ്റവും ടോപ്പിലാണ്. A ഇവിടെ നിന്ന് വരുന്നു. അപ്പോൾ ഇവിടെ A'. അടുത്തത് B ഇവിടെ നിന്ന് വരുന്നു. അത് ഈ റൈറ്റ് സൈഡിൽ നിന്നാണ് B'. അതായത് 1 2 3യുടെ ക്രമം 1 2 3 പറഞ്ഞ പോലെ A B ഇവിടെ C വരുമായിരിക്കും. C'. ഇനി ഇത് നമ്മുടെ 3 സ്റ്റെപ്പ് പ്രൊസീജിയർ അനുസരിച്ച് ജോയിൻ ചെയ്യണം. ആദ്യം ഔട്ടർ എഡ്ജസ് വരയ്ക്കണം. ഔട്ടർ എഡ്ജ് ഇവിടെ വരുന്നത് 1 3 3 2 2B BA A1. അപ്പോൾ 1 3 എന്നൊരു എഡ്ജ് ഉണ്ടോ? ഉണ്ട്. 1 3 ബ്രാക്കറ്റ് 3 2 ഉണ്ടെന്ന് നമുക്കറിയാം. 3 2 2B ഉണ്ട്. ഇവിടെ തന്നെയാണ് എഡ്ജ് ഉണ്ട്. BA ബ്രാക്കറ്റ് ഇല്ലാത്ത Bയിൽ നിന്നും ബ്രാക്കറ്റ് ഇല്ലാത്ത Aയിലേക്ക് A1 ഇവിടെ തന്നെയാണ്. അപ്പോൾ അത്രയും ഔട്ടർ എഡ്ജ് റിയലി ഉള്ളതാണ്. അതൊന്ന് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുകയാണ്. ഔട്ടർ എഡ്ജസ് ഏകദേശം വരച്ച് കഴിഞ്ഞ് അടുത്തത് ഹിഡൻ എഡ്ജസ് ഐഡൻറ്റിഫൈ ചെയ്ത് വരയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട് വ്യൂ ആണ്. ഇവിടെയുള്ളത് ടോപ്പ് വ്യൂ ആണ്. ടോപ്പിൽ നിന്ന് മുകളിലോട്ട് വ്യൂ ചെയ്യണം. അങ്ങനെ മുകളിലോട്ട് വ്യൂ ചെയ്യുമ്പോൾ ഹിഡൻ എഡ്ജസിനെ കാണാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിൻ്റാണ് ഏറ്റവും റിമോട്ട് പോയിൻ്റ്. വേണമെങ്കിൽ അതിൻ്റെ കൂടെ 3യും കൂടി എടുത്തോളൂ. കാരണം അതും എന്തോ ഒരു മറവിലാണ് നിൽക്കുന്നതെന്ന് ഡൗട്ട് ഉണ്ടായെങ്കിൽ ഇതും കൂടി എടുക്കാം. പക്ഷേ ഇത് ഇവിടെ നോക്കുമ്പോൾ വിസിബിളാണ്, ഇതും വിസിബിളാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ Aയിലും എടുത്തോളൂ. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഈ ബൗണ്ടറിയിലൂടെ ഏറ്റവും റിമോട്ടായിട്ട് വരുന്നത് തന്നെ എടുത്താൽ മതിയാവും. നമുക്ക് ഇതും ഒന്ന് എടുത്ത് നോക്കാം. ഇത് 1 2 3 ഇത് ABCയുമാണ്. അപ്പോൾ Cയും 3യുമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ആദ്യം C നോക്കാം. Cയുമായിട്ട് കണക്റ്റഡ് എഡ്ജസ് ഇതാണ്. C3 CA ആണ്, C1 അല്ല. കാരണം ബ്രാക്കറ്റ് കണക്റ്റഡ് ആണ്. ബ്രാക്കറ്റ് ഇല്ലാത്ത രണ്ടും കണക്റ്റഡ് ആണ്. കാരണം ടോപ്പിലെ CAയും ബോട്ടമിലെ 3-1 ഇപ്പോൾ C3 CA CB അത്രയും ഡാഷ്ഡ് ആക്കണം. C3 CA CB ഡാഷ്ഡാക്കി. അടുത്ത 3 ആണ്. 3യുമായിട്ട് കണക്റ്റഡ് 3-1 3-2 3C 3-1 3-2 3C കഴിഞ്ഞു. ഇനി ഈ പോയിൻ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. എയുമായിട്ട് കണക്റ്റഡ് A1 AB AC. നമുക്ക് A1 AB AC വരച്ച് കഴിഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ ഹിഡൻ എഡ്ജസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി റിമോട്ട് പോയിൻറ്റ്സിനെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ പോയിൻറ്റ്സ് അതിലേക്ക് കടന്നു വന്നൊന്നും പറഞ്ഞ് എറർ വരില്ല. റിയലി വേണ്ടതും കിട്ടും, വേണ്ടാത്തത് വരച്ച് കഴിഞ്ഞതായിട്ടുള്ള ഒരു മനസ്സിലാക്കാനും പറ്റും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് മിസ്സിങ് എഡ്ജസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ മിസ്സിങ് എഡ്ജസ് നേരത്തെ പറഞ്ഞ ആകെ 9 എഡ്ജസാണ്. ഏറ്റവും ബോട്ടമിലേ നോക്കാം. 1 2 2 3 3 1 1 2 വരച്ചിട്ടില്ല. 2 3 3 1
അപ്പോൾ 1 2 വരയ്ക്കണം. ഡാഷ് ക്രോസ് ചെയ്യില്ലെന്നറിയാമല്ലോ, അല്ലെങ്കിൽ ഹിഡൻ്റെ പണി തീർന്നു എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും ചെയ്യാം. ഇനി ടോപ്പ് ബേസ് ABBCCA. ഇനി ലാറ്ററൽ എഡ്ജസ് അത് 1A 2B 3C. ഇതാ 1A 2B 3C. ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇതാണ് ഫൈനൽ ഫ്രണ്ട് വ്യൂ. ഇവിടെ നോക്കുക, 2 3 ഗ്രൗണ്ടിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. 2 3 ഗ്രൗണ്ടിൽ ടച്ച് ചെയ്താണ്. 2 3 ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ഈ ഒരു ഹിഡൻ എഡ്ജാണെന്ന് പറഞ്ഞിരുന്നു. 2 3 ബ്രാക്കറ്റ് 2 ബ്രാക്കറ്റ് 3 ഇതാണ് ഗ്രൗണ്ട് പോയിന്റ്. ആ ഒരു 2 3 നോക്കുക. 2 3 ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയമെൻഷനിങ് നടത്തുമ്പോൾ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഡയമെൻഷൻ കാണിക്കണം 45 ഡിഗ്രി ആണെന്ന്. കാരണം ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത് 2 3 എഡ്ജാണ്. ആ 2 3 എഡ്ജ് 45 ഡിഗ്രിയിലാക്കിയെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. മറ്റൊന്ന് ഇവിടെയും ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഈ ആക്സിസിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ ആംഗിൾ എഴുതുക. എത്രയാണ്? 35 ഡിഗ്രി. പിന്നെ ഇവിടെ ഡയമെൻഷനിങ് ചെയ്യണം. ഡയമെൻഷനിങ് ചെയ്യാൻ വേണ്ടി ഇവിടെയും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ആരോ ഹെഡ് വരയ്ക്കുക. ഇതിൻ്റെ മെഷർമെൻറ്റ് 30 ആണ്. ടച്ച് ചെയ്യാതെ സെൻട്രലൈസ് ചെയ്ത് എഴുതുക. അടുത്തത് ഈ ഹൈറ്റ് ഡയമെൻഷൻ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെയും പുറത്തേക്ക് വരയ്ക്കുക. ആരോ ഹെഡ് ലൈൻ വരയ്ക്കുക, ഡയമെൻഷൻ ലൈൻ. അതിനുശേഷം ഈ ഹൈറ്റ് 50 ആണെന്ന് ടച്ച് ചെയ്യാതെ സെൻട്രലൈസ് ചെയ്ത് എഴുതുക. അപ്പോൾ ഡയമെൻഷൻസ് കംപ്ലീറ്റ് ആയി. അപ്ലൈ ചെയ്ത ആംഗിൾസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കിതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു പ്രോബ്ലം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ഒബ്ജക്റ്റാണ്, ട്രയാങ്കുലർ പ്രിസം. ഓക്കെ.